വെൽക്കം ബാക്ക് ടു സൈ ഹൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് IIT മണ്ടി ഹിമാചൽ പ്രദേശ് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും വെറൈറ്റി ഓഫ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി, ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്സ് എല്ലാ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെയാണ്. വിത്ത് സ്റ്റൈപ്പൻഡ് 10,000 rupees നൽകുന്ന ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. മിനിമം 1 to 2 months ഓഫ് സമ്മർ ഇൻറ്റേൺഷിപ്പാണ് അവർ നൽകുന്നത്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരോ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മറക്കരുത്. ഓരോരോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. എസ്പെഷ്യലി നമ്മൾ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പാണ് ഇവർ നൽകുന്നത്. സോ അത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ചും അറിഞ്ഞ് നമ്മൾ പഠിച്ച് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. സോ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അക്കാഡമിക്സ് ഒരുപാട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മർ ഇൻറ്റേൺഷിപ്പ് അറ്റ് IIT മണ്ടി ഫോർ 1 to 2 months ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ഫുൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് NOC വേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിച്ച പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ NOC വേണം. അതുപോലെ ബോണഫൈഡ് സ്റ്റുഡൻറ്റ്, ദെൻ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ അത് ആയിട്ട് നമ്മളെല്ലാം സെറ്റ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം പ്രിപ്പയർഡ് ആക്കി വെക്കുക. ഓക്കെ, സമ്മർ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു സീസൺ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇൻറ്റേൺഷിപ്പ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിത്ത് സ്റ്റൈപ്പൻഡ്, വിത്തൗട്ട് സ്റ്റൈപ്പൻഡ്, വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ് എല്ലാ ടൈപ്പ് ഓഫ് ഇൻറ്റേൺഷിപ്പും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ്, സയൻസ്, കൊമേഴ്സ്, ആർട്സ് ആൻഡ് സയൻസ്, വെറൈറ്റി ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻറ്റേൺഷിപ്പും നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പാസ് ഓൺ ചെയ്യാം. മറ്റുള്ള സ്റ്റുഡൻസിനും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും അത് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഓക്കെ, IIT മണ്ടിയിലുള്ള ഇൻറ്റേൺഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 5th March 2025 സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 31st March 2025. ഫുൾ ഓൺ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോമാണ് വരുന്നുണ്ടാവുക. സോ അതിൽ നമുക്ക് നമ്മുടെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ഇൻറ്റേൺഷിപ്പിന് പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് NOC ആണ് വേണ്ടത്. സോ അതും ആഡ് ചെയ്യേണ്ടി വരും. ജോയിനിങ് ഓഫ് ദ ഇൻറ്റേൺസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 26th May 2025 അപ്രോക്സിമേറ്റ്ലി ഒരു ഡേറ്റ് പറയുന്നുണ്ട്. സെലക്ട് ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് അവർ ത്രൂ മെയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദെൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 to 2 months ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഇൻഫർമേഷൻസ് കിട്ടാനോ അവരുടെ ID തന്നിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താലും മതി. അതുപോലെ ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ബ്രോഷറും കാര്യങ്ങളും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് നോക്കാം. IIT മണ്ടി ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫോർ ദ സമ്മർ ഇൻറ്റേൺഷിപ്പ് ഡ്യൂറേഷൻ 1 to 2 months, May to July വരെയുള്ള ഒരു സമ്മർ ടൈം പീരീഡിനെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ട് സമ്മർ ഇൻറ്റേൺഷിപ്പ് നൽകുന്നത്. മെജോറിറ്റി IIT, ISR, നൈസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നൽകുന്ന സമ്മർ ഇൻറ്റേൺഷിപ്പ് ഇവിടെ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലുള്ള മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തായാലും എടുക്കുക. നിങ്ങൾക്ക് ഒരു ഇതിൽ സെലക്ട് ആയില്ലെങ്കിൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തും അപ്ലൈ ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാരണം ഡേയ്സ് വെറുതെ കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ CV-യിലും റെസ്യൂമിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നൽകുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ബോത്ത് അണ്ടർഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, UG PG സ്റ്റുഡൻസിനും റിസർച്ച് കരിയറിൽ, ടീച്ചിങ് ആസ് വെൽ ആസ് റിസർച്ച് കരിയറിൽ അവർ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 to 2 months നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ഇവിടെ പറയുന്നത് സയൻസ് മാത്രമല്ല, ടെക്നോളജി ഫീൽഡാണെങ്കിൽ ഹാർഡ്വെയർ ആസ് വെൽ ആസ് സോഫ്റ്റ്വെയർ ഇൻഹാൻസ് സ്കിൽസാണ് അവർ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇൻഹാൻസ് സ്കിൽസ് ലഭിക്കുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഇവിടെ ഒരു നിബന്ധന, എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അവർ പറയുന്നത് ഇവർ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഇവരുമായിട്ട് മെമ്മോറണ്ടം ഷെയർ ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമാണ് ഇവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിന് മാത്രമേ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാതെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്ന്. സോ ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഓൺലി ഫൈനൽ 3rd year സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്റ്റുഡൻസിന് മാത്രം. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾ MSc അല്ലെങ്കിൽ MTech സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റായി നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഓൺലി ഫൈനൽ സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഗൈഡ്സും കരിയർ ഏതൊക്കെ റിസർച്ച് ഏരിയാസാണ് അവിടെ 2025 ഈ ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ്, അവരുടെ കോൺടാക്ട് നമ്പർ, മെയിൽ ID, വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക ഏതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന
സ്കൂൾസൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റിസർച്ച് ഏരിയാസ് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ഉണ്ട്, ബയോസയൻസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗിൻ്റെ സ്കൂൾസ്, ദെൻ സ്കൂൾസ് ഓഫ് കെമിക്കൽ സയൻസ്, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, humanities and social science, management, mathematics and statistical science, then mechanical and material engineering, physical science, quantum science and technologies, human computer interaction, then Indian knowledge system and mental health application. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യായിരുന്നു ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ലിസ്റ്റ് ഓഫ് MOUs അസൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റീസ്, കോളേജ് എക്സെട്ര എലിജിബിൾ ഫോർ സമ്മർ ഇൻറ്റേൺഷിപ്പ് 2025. ഇവർ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവർ മെൻഷൻ ചെയ്ത കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഇവിടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ലിസ്റ്റ് കാണിച്ചു തരാം. ഈ ലിസ്റ്റിൽ വരുന്ന കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് നൽകുന്നേ ഉള്ളൂ. അതാണ് ഇവിടെ ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ചില യൂണിവേഴ്സിറ്റീസാണ് അവർ പ്രീമിയമായിട്ട് പറയുന്നത്. സോ ഇതിൽ വരുന്ന NIT, IIT, ICER പോലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇവിടെ. ഇതിലേതെങ്കിലും നിങ്ങളുടെ പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് വിത്ത് സ്റ്റൈപ്പൻഡ്. സോ നിങ്ങൾ നോക്കുക, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോളേജസ് എക്സെട്ര സൈൻഡ് ഈ ഒരു ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം പറയുന്നുണ്ട്. സോ പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് ഇവർ പറയുന്ന പ്രീ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരിക്കണം. ദെൻ BTech അല്ലെങ്കിൽ BE സ്റ്റുഡൻസ് ആണെങ്കിൽ PG സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ അപ്ലൈ എന്ന് പറയുന്നുണ്ട്. ദ ഇന്ത്യൻസ് ആർ എക്സ്പെക്ട് ടു വർക്ക് അണ്ടർ ഡയറക്റ്റ് മെൻറ്റേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. അവിടെയുള്ള ഗൈഡ്, IIT മണ്ടിയിലുള്ള ഗൈഡ്സിൻ്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. ദെൻ വെബ്സൈറ്റ് കയറി നോക്കുക, ദെൻ ഫൈൻഡിങ് ഏരിയാസ് ഓഫ് റിസർച്ചും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ദെൻ സ്പെസിഫൈ ആയിട്ടുള്ള പ്രൊപ്പോസ്ഡ് ഏരിയാസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ ഡ്യൂറേഷൻ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് 1 to 2 months ആണ്. മാക്സിമം 2 months മാത്രമാണ് അവർ തരുന്നത്. ദെൻ സെലക്റ്റഡ് ഇൻറ്റേൺസ് ഉണ്ടെങ്കിൽ 10,000 rupees പെർ മന്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും സ്റ്റൈപ്പൻഡായിട്ട്. ബട്ട് അതിൽ ട്രാവൽ ആൻഡ് ലിവിങ് എക്സ്പെൻസസ് വിൽ ബി ബോൺ ബൈ ദ സ്റ്റുഡൻസ്. സോ ആ ഇൻറ്റേൺ തന്നെയാണ് ട്രാവൽ ആസ് വെൽ ആസ് ആ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത്. ദെൻ സ്ക്രീനിങ് ഓഫ് ദ ഇൻറ്റേൺസ് വിൽ ബി ഡൺ ബൈ ദ സ്കൂൾസ് ആൻഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് upon the credentials of the applications. സോ നിങ്ങളുടെ അപ്ലിക്കൻസിനെ വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു CV റെസ്യൂമെ വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളുടെ ബേസിസ് ഓഫ് ദ സെലക്ഷൻ സ്ക്രീനിങ് കാര്യങ്ങൾ നടക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ NOC, നിങ്ങളിപ്പോൾ റെക്കമെൻഡേഷൻ ലെറ്ററും NOCയും കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 month ആണ്, മാക്സിമം 2 months പറയുന്നുണ്ട്. സെലക്റ്റഡ് ആയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 31st March ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ മോർ ഇൻഫർമേഷൻ അവർ ഐഡിയ തന്നിട്ടുണ്ട്. സോ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മളെല്ലാം കവർ ചെയ്തു. സോ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സ്കൂൾ ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളുണ്ടായാലും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഇവർ പറഞ്ഞിട്ടുള്ള കോളേജസിൽ നിങ്ങളുടെ കോളേജ് വരില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും അവിടുത്തെ പ്രൊഫസേഴ്സിന് മെയിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ത്രൂ നിങ്ങൾ മെയിൽ ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഈ നിങ്ങളുടെ കോളേജ് അതിലോട്ട് അവർ തന്നിട്ടുള്ള ലിസ്റ്റിലോട്ട് ഫോളോ ആവുന്നില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അവരോട് മെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.